ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ 2 ദിവസത്തെ ഒരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഗോൾഡ് കോസ്റ്റിൻ്റെ സൈഡ് ബീച്ചാണ് ഈ തവണത്തെ ഫാമിലി ട്രിപ്പിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഉറ്റ സുഹൃത്ത് ടോണിയുടെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ 2025 ജനുവരി മാസം 19, 20 തീയതികളിലാണ് ഞങ്ങളിത് ആഘോഷിക്കുന്നത്. അവിടെ ഒരു 2 ഫാമിലിക്ക് താമസിക്കുവാൻ പറ്റുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്യുന്നു. വളരെ സുന്ദരമായ കാഴ്ചയാണ്. ബീച്ച് ഫ്രണ്ട് അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ടോണിയുടെ ആഗ്രഹപ്രകാരം ബീച്ചിൽ വെച്ച് കേക്ക് മുറിക്കണമെന്നുള്ള ആഗ്രഹപ്രകാരം ഞങ്ങൾ അവിടെ ബീച്ചിൽ എല്ലാം സെറ്റ് ചെയ്തു. ബീച്ചിൽ വെച്ച് തന്നെ വളരെ സുന്ദരമായ ഒരു അടിപൊളി ബർത്ത്ഡേ ആഘോഷമാണ് അന്ന് ഞങ്ങൾ നടത്തിയത്. തിരിച്ച് അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്ന് ഞങ്ങൾ നല്ലവണ്ണം ഭക്ഷണമെല്ലാം കഴിച്ചു. പിന്നെ വൈകുന്നേരമായി ഞങ്ങൾ തൊട്ടടുത്തുള്ള കൊച്ചു പട്ടണത്തിലേക്ക് ഇറങ്ങുകയാണ്. അവിടെയുള്ള കസിനോയിൽ നിന്ന് ഞങ്ങൾ ഞങ്ങൾ അടിപൊളിയായിട്ട് ആ ഈവനിങ് ആഘോഷിച്ചു. പലതരം ഗെയിമുകളെല്ലാം കളിച്ചു. ബോളിങ്ങും മറ്റ് ബെറ്റിങ്ങുകളും ചീട്ടുകളിയും എല്ലാം കളിച്ച് ഞങ്ങളങ്ങനെ ആ ദിവസം അതിസുന്ദരമായി ആഘോഷിക്കുകയാണ്. വൈകുന്നേരം അവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് അതിസുന്ദരമായ ഭക്ഷണമെല്ലാം കഴിച്ച് വൈകുന്നേരം ഞങ്ങൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ വന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് ഞങ്ങൾ തയ്യാറാവുകയാണ്. ഇനി നമുക്ക് അവിടുത്തെ സുന്ദരമായ കാഴ്ചകൾ കാണാം. അതോടൊപ്പം തന്നെ നമ്മുടെ ടോണിയുടെ ബർത്ത്ഡേ അടിച്ചു പൊളിക്കാം. ചബറിറ്റ ബെയിൽ ലുക്കൗട്ട് ഏരിയയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എത്ര മനോഹരമായ ദൃശ്യമാണെന്ന് നോക്കൂ. ബ്യൂട്ടിഫുൾ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ കീ, ഓസ്ട്രേലിയ കീ, കൊറ്റമം കീ, കൊറ്റമം കീ. സുഹൃത്തുക്കളെ, ഇതുപോലൊരു സ്ഥലം ലോകത്തിൽ വേറെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഓസ്ട്രേലിയ ഈസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് വെൽക്കം ടു ഓസ്ട്രേലിയ. Aussie, Aussie, Aussie. Oi, oi, oi. Aussie, Aussie, Aussie. Oi, oi, oi. Australia key. Hey. Johnny Thomas key. Hey. And my birthday. Cameraman ടോണിയോടൊപ്പം ജോബ് ചിന്തയ്ക്ക് for Asianet News. ബവൻ, ചാടല്ലേ? അയ്യോ, ബവനെ പോവല്ലേ? ബവൻ, don't do. I will do whatever you want. സൂപ്പർ വ്യൂ ആണ് ഈ കാണുന്നത്. സ്നാപ്പർ. ഈ സ്ഥലത്തിൻ്റെ പേര് ഡേഞ്ചർ പോയിന്റ് എന്നാണ്. അടിപൊളി. സർഫേഴ്സ് കിടക്കുന്നു. ഒരായിരം ഓർമ്മകളുമായി ഞങ്ങൾ അവിടെ നിന്ന് വേർപിരിയുമ്പോൾ 2 ദിവസം എങ്ങനെ പോയി എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇനിയും വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ടോണിക്ക് 1000 ജന്മദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ വേർപിരിയുമ്പോൾ ഗോൾഡ് കോസ്റ്റിലുള്ള അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഇനിയും ഞങ്ങളെ കാണാൻ വരണമേ എന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ ഗുഡ് ബൈ.